ഉമ്മാന്റെയും ബാപ്പാന്റെയും ദുആന്റെ അത്രേ, മാതാപിതാക്കളുടെ ദുആയുടെ അത്രേ മക്കൾക്ക് ഉപകാരമുള്ള മറ്റൊരു ദുആയും ഇല്ലെന്നാണ്. കുട്ടികളെ നമ്മളെല്ലാവരും നല്ലോണം സൂക്ഷിക്കണം. കുട്ടികളുടെ കളികൾ, അവരുടെ തമാശകൾ എല്ലാം സൂക്ഷിക്കണം. ഇന്ന് മദ്യപാനം, ലഹരിയുടെ ഉപയോഗം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായും സാമൂഹികമായും കുടുംബപരമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. വ്യക്തിപരമായി എങ്ങനെ ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുക? ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നതിനെ ഓരോരുത്തരും അഭിമാനമായിട്ട് കാണാം. തമാശക്ക് പോലും, കമ്പനിക്ക് പോലും, ടേസ്റ്റ് അറിയാൻ വേണ്ടി പോലും ലഹരി ഉപയോഗിക്കരുത്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്നാൾ എന്നോട് പറഞ്ഞു, അങ്ങാടിയിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എല്ലാവർക്കും ഒരു ലേഹം, ഒരു സ്പൂണിൻ്റെ തലക്ക് ഇങ്ങനെ തോണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനും അത് വാങ്ങി തിന്നതിൻ്റെ ശേഷമാണ് മനസ്സിലായത്, അറിയാതെ പോലും രുചിക്കരുത്. കാരണം ഇന്നത്തെ ലഹരി പദാർത്ഥങ്ങൾ, സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയും, കെമിക്കലാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവും, പിന്നെ ഉപയോഗിക്കാതിരിക്കാൻ കഴിയാതെയാവും. അതുകൊണ്ട് തമാശക്ക് ഉപയോഗിക്കരുത്, ഒരിക്കൽ പോലും ഉപയോഗിക്കരുത്, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്ന് ഷഫീഉൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേൽ ആയിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. പരിചയക്കാരുണ്ടാവാൻ കുഴപ്പമില്ല, കൂട്ടുകാർ നല്ലവർ മാത്രമേ ആയിരിക്കാൻ പാടുള്ളൂ. പരിചയം ആരോടുണ്ടാവും? ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവന്റെ കൂട്ടുകാരനെ ചോദിച്ചാൽ മതി എന്നാണ്. മോൾക്കൊരു കല്യാണം വന്നു എന്ന് വിചാരിച്ചോളി. നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു, നല്ല പറ്റാവുന്ന തരക്കടില്ലാത്തൊരു കല്യാണാലോചന വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഔദ്യോഗിക അന്വേഷണം നടത്തുന്നതിൻ്റെ മുമ്പ് ഓലെ തൊട്ടടുത്തുള്ള നിസ്കാര പള്ളികൾക്ക് ഒരു അസംസ്കരിക്കാൻ പോകും. അങ്ങനെ ബൈക്കൊക്കെ അവിടെ സൈഡാക്കിയിട്ട് അസംസ്കരിക്കാൻ പള്ളി കയറിയിട്ട് അസർ ജമാഅത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞാമീൻ്റെ ചായപ്പൊടിയിൽ പോയിട്ട് ഒരു മധുരമില്ലാത്ത ചായയും ഒരു ലഡു കടിയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കുറേ ചായ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ. ഓലോട് ചോദിക്കും, അബ്ദുറഹ്മാനാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം? അപ്പോൾ പറയും, ചെറുക്കനും തിരക്കടില്ല, പെരേക്ക് പറ്റുവനാണ്, അധ്വാനിച്ചു നിന്നും നല്ലവനാണ്, വളരെ ഉഷാറാണ്, നല്ല തറവാട്ടുകാരാണ്, എല്ലാം കൊണ്ടും മെച്ചാണ്. ഓൻ്റെ ചെങ്ങായിമാരൊക്കെ ഒരു കോച്ചറായാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ആള് കോച്ചറായാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കുമെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകെട്ട് നന്നാവണം. പരിചയം ആരോടും കുഴപ്പമില്ല, നാട്ടിൽ മൊത്തം പരിചയക്കാരായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. കൂട്ടുകെട്ട് നല്ലവരോട് മാത്രമേ ഉണ്ട്. ഒരു മനുഷ്യൻ തന്നെ മക്കൾക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടതെന്നാണ്. ഒന്ന്, ആരുമായാണ് കൂട്ടുകെട്ട് എന്നത് ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, നല്ല ഒരു ഗുരുനാഥനുമായി ബന്ധമുണ്ടാക്കി കൊടുക്കണം. ഈ രണ്ട് കാര്യം ചെയ്താൽ കുട്ടികൾ ഇസ്ലാമികമായിട്ട് മുന്നോട്ട് പോകും. ഒന്ന്, കൂട്ടുകെട്ട്. അതുകൊണ്ട് പരിചയമൊന്നും പ്രശ്നമില്ല, കൂട്ടുകെട്ടിന് നല്ലോണം ശ്രദ്ധിക്കണം. നല്ലവരുമായല്ലാതെ കൂട്ടുകെട്ടാൻ അനുവദിക്കരുത്. അതുകൊണ്ട് വ്യക്തിപരമായി മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഉപയോഗം ഇല്ലാതെയാവണമെങ്കിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഞാൻ അറിഞ്ഞോ അറിയാതെയോ തമാശക്കോ കമ്പനിക്കോ രുചി അറിയാനോ ആ സാധനം തൊടുകയില്ല എന്നതിനെ പ്രൗഡായിട്ട് കാണുകയും അതിനെ അഭിമാനമായി കാണുകയും വേണം. കുടുംബപരമായി ലഹരിയുടെ ഉപയോഗം ഇല്ലാതാവണമെങ്കിൽ ഉമ്മവാപ്പമാർ നല്ലോണം സൂക്ഷിക്കണം. 3 കാര്യങ്ങളാണ് വേണ്ടത്. കുടുംബപരമായി ലഹരിയുടെ ഉപയോഗം ഇല്ലാതാവാൻ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ലഹരി വസ്തുക്കളുടെ അടയാളങ്ങളെ സൂക്ഷിക്കുക. ലഹരി ഉപയോഗം അടയാളമില്ലാതെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ലഹരിയുടെ അടയാളം കുട്ടിയിൽ കാണാനുണ്ടോ എന്ന് നോക്കണം. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉണ്ടായേക്കാവുന്ന കുറേ അടയാളങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം, സ്വഭാവം നേരെ ഓപ്പോസിറ്റ് ആവും. സ്വഭാവം നേരെ, ആരോടും വർത്താനം പറയാത്ത കുട്ടിയായിരുന്നു, ഇപ്പോൾ പഞ്ചായത്ത് റേഡിയോ തുറന്നച്ചമാതിരി പറയുന്നതാണ് ആള്. ലഹരിയാണ് സാധനം. നല്ലോണം വർത്താനം പറയുന്ന ചെറുക്കനാണ്, ഇപ്പം മുണ്ടണന്നില്ല, ലഹരിയാണ് സാധനം. സ്വഭാവം നേരെ ഓപ്പോസിറ്റ് ആവും. നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്നു, ഇപ്പം തീരെ തിന്നാൻ വേണ്ട, തീരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല, അപ്പം തീറ്റൻ്റെ ഒരു പരിപാടിയാണ്. സ്വഭാവം നേരെ ഓപ്പോസിറ്റ് ആകുക. ഇത് ലഹരിയുടെ പ്രധാനപ്പെട്ട അടയാളമാണ്.
അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും ലഹരിയുടെ അടയാളമാകുന്നു. അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യം, ഇമ്മാനെയും പെങ്ങന്മാരെയും കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം, ഇളയമാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് ഇടക്കിടക്ക് പോവുക. പോണ്ട തന്നെയാണ്, പക്ഷെ ഇടക്കിടക്ക് പോകാൻ പറ്റൂലല്ലോ. കല്യാണം പറയാൻ പോണം, മരിച്ചാ പോണം, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോണം, ഇടക്കിടക്ക് പോകാൻ പറ്റുമോ? ലഹരിയാണ് സാധനം. ഉമ്മാരോടും പെങ്ങന്മാരോടും ദേഷ്യം, അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യം, അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം ലഹരി ഉപയോഗത്തിന്റെ അടയാളമാണ്. 20 രൂപ 50 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ കളവ് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി, പെരയിൽ ആരോ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിള് പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമായി കാണാം. വീട്ടിൽ എപ്പോഴും ഇരിക്കുമ്പോൾ വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗത്തിന്റെ അടയാളമായിട്ട് കാണാം. കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമായി കാണാം. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ലഹരിയുടെ അടയാളമാണെന്ന് വിലയിരുത്താം. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിന്റെ വാസന വരുന്നുണ്ടെങ്കിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കാം. രാവിലെ റൂം അടിച്ചു വാരിയപ്പോൾ പേപ്പർ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ജീവിതത്തിൽ ഒരു ഉപകാരം ഇല്ലാത്തതും എല്ലാവർക്കും അറിയുന്നതുമായ ചില വസ്തുക്കളുടെ പേരുകൾ ഇടയ്ക്കിടെ കുട്ടി പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ അടയാളങ്ങൾ നോക്കണം. എന്നിട്ട് അടയാളമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം ശാസ്ത്രീയമായ ചികിത്സ നൽകണം. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണം എന്നർത്ഥം. ഇന്ന് മിക്കവാറും ആശുപത്രികളിലൊക്കെ ലഹരിക്ക് ആളുകളെ ചികിത്സിക്കാനുള്ള വഴിയുണ്ട്. ലഹരിക്ക് മുമ്പ് ചികിത്സ ഉണ്ടായിരുന്നില്ല, എത്ര ചികിത്സിച്ചാലും മാറൂലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ലഹരിക്ക് ചികിത്സയുണ്ട്, ചികിത്സിച്ചാൽ മാറും. അതുകൊണ്ട് ശാസ്ത്രീയമായ ചികിത്സ നൽകണം. കുറച്ച് പൈസ കൂടുതൽ ചെലവാകും. പൊതുവെ മദ്യമയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കാനുള്ള ചെലവ് കൂടുതലാണ്. അതുകൊണ്ട് ചികിത്സിച്ച് മാറ്റണം. മൂന്നാമത് ചെയ്യേണ്ട കാര്യം, ഇത് ശൈത്താനിയായ പ്രവർത്തനമാണെന്ന് ഖുർആൻ നസ്സായി പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പൈശാചികമായ പ്രവർത്തനമാണെന്ന് ഖുർആൻ നസ്സായി പറഞ്ഞിട്ടുള്ളതിനാൽ ഇത് മടങ്ങി വരാൻ സാധ്യതയുള്ളതാണ്. അതിനാൽ എവിടെന്നാണോ ഈ മുസീബത്ത് പിടികൂടിയത് ആ വഴിക്ക് പിന്നെ പോകാൻ അനുവദിക്കാൻ പാടില്ല, മടങ്ങി വരുന്നതാണ്. ചില വിഷയങ്ങൾക്ക് ചില ആകർഷണീയത ഉണ്ട്. നിസ്കരിക്കണോ എവിടെ ചെന്നാലും നിസ്കാരപ്പള്ളി കാണും. ചായ കുടിക്കണോ എവിടെ ചെന്നാലും ചായപ്പൊടി കാണുമല്ലോ. ആ വളവിലൊരു ചായപ്പൊടി ഉണ്ട് പറയും. ഞാൻ ഇപ്പോൾ വരട്ടോ. ചായ കുടിക്കണോ എവിടെ ചെന്നാലും ചായ കാണും. കള്ളുടെ എവിടെ ചെന്നാലും കള്ളു ഷാപ്പ് കാണും. ഓഞ്ഞ് സൗദി അറേബ്യയിലായിട്ടും കാര്യമില്ല, അവിടെയും കാണും. അതുകൊണ്ട് ഇതൊരു ശൈത്താനിയായ സംഭവമാണ്. അതിനാൽ ലഹരിയുടെ ഉപയോഗ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പിന്നെ പോകാതിരിക്കുകയും പറഞ്ഞേക്കാതിരിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. ഇല്ലെങ്കിൽ ഇത് മടങ്ങി വരാൻ സാധ്യതയുള്ള അസുഖമാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. പറയാലല്ലേ പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല. അതിൻ്റെ കൂടെ പറയേണ്ട കാര്യം എന്താ സംഭവം എന്ന് പറയുന്നത്, അത് ഒരാൾക്ക് അനുയോജ്യനായ വധുവിനെയും അനുയോജ്യനായ വരനെയും കണ്ടെത്താൻ കഴിയുക
വൈവാഹിക ജീവിതം നടത്തിയിട്ടുള്ള ആളുകൾക്കാണ്. ഫ്രഷേഴ്സിന് കഴിയില്ല. എന്തുകൊണ്ട്? അനുഭവമില്ല. അത് പ്രശ്നമാണ്. അനുഭവമില്ലാത്തവർക്ക് കാണുന്നതൊക്കെ പറ്റും. പെണ്ണായാൽ മതിയാവും, അതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ആണായാൽ മതിയാവും. അനുഭവമുള്ളവർക്കാണ് പറ്റില്ലെന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വിവാഹം നടത്തേണ്ടത് പ്രേമിച്ചിട്ടല്ല. അത് വിവാഹപ്രായമാകുമ്പോൾ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനെ കണ്ടിഷ്ടപ്പെട്ട കെട്ടിയാൽ മതിയോ വേറെ കാര്യം. അല്ലാതെ പഴയ കാലത്തമായത് ആവുകയാണെന്നില്ല. പക്ഷെ നോക്കേണ്ടതും അന്വേഷിക്കേണ്ടതും തെരഞ്ഞുപിടിക്കേണ്ടതും രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ കണ്ട് തെരഞ്ഞുപിടിച്ച് കണ്ടെത്തിയതിനെ പോയി കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടാൽ കെട്ടിയാൽ മതി, ഇഷ്ടപ്പെട്ടാൽ വധുവായാൽ മതി, ഇഷ്ടപ്പെട്ടാൽ വരനായാൽ മതി, അതിന് കുഴപ്പമില്ല. പക്ഷെ തരേണ്ടത് നമ്മളല്ല. എന്താ കാരണം? പ്രണയവിവാഹം 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും എന്നുള്ളതാണ് കാരണം. 5 കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും. അതിലെ 5ാമത്തെ കാരണം ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുകയുള്ളൂ എന്ന ഹദീസാണ്. 5ാമത്തെ കാരണം. ഇത് പറയുമ്പോൾ തോന്നും അതിന് ഹറാമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒക്കെ ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനിച്ചതാണല്ലോ. അല്ല, ഹറാം എന്താണെന്ന് അറിയാത്തതാണ് പ്രശ്നം. കാണൽ ഹറാമല്ല, നോക്കൽ ഹറാമായിരുന്നു. കാണലിൽ നിന്ന് പ്രണയം ഉണ്ടാവൂല, നോക്കലിൽ നിന്നേ ഉണ്ടാവുള്ളൂ. 9:35 തിങ്കളാഴ്ച സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു. ചൊവ്വാഴ്ച വീണ്ടും 9:35 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു. ബുധനാഴ്ച വീണ്ടും 9:35 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു. അവർക്ക് കാണലാണ്. വ്യാഴാഴ്ച 9:35 കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ നോക്കലാണ്. അതിൽ നിന്നല്ലാതെ പ്രണയം ഉത്ഭവിക്കുകയില്ല. ഹറാമിൽ നിന്നല്ലാതെ പ്രേമം ആരംഭിക്കുകയില്ല. അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ലെന്ന് ലോകത്ത് സത്യം മാത്രം പറഞ്ഞിട്ടുള്ള മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നുബുവത്തിന്റെ ശേഷമല്ല. 1.5 വയസ്സിൽ നബി തങ്ങൾ സംസാരം തുടങ്ങിയിട്ടുണ്ട്. 1.5 വയസ്സിൽ സംസാരം തുടങ്ങിയിട്ട് 63 വയസ്സ് പൂർത്തിയായി ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്നതിനിടയിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഈ ഉലകത്തിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് മുഹമ്മദ് നബിയാണെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും. അതുകൊണ്ട് ഞാൻ പറ്റില്ല എന്ന് പറയണേ, അതതിൻ്റെ കൂടെ പറയേണ്ടതാണ്. അങ്ങനെയിട്ടും പറഞ്ഞപ്പോൾ നാളെ ഒരാൾ ചോദിച്ചു, കെട്ടിപ്പോയില്ല ഞാൻ എന്താ കാട്ടുകയെന്ന് ചോദിച്ചു. എന്താ മറുപടി? അതിപ്പോൾ കള്ളുടിച്ചു പോയില്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുകയെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഇപ്പം എന്താ പറയുക, ഇസ്തിഗ്ഫാർ ചെല്ലിക്കോ എന്ന് പറയും. അതന്നെ ബനോടും പറയാനുള്ളത്, ഇസ്തിഗ്ഫാർ നല്ലോണം ചെല്ലിക്കോ എന്നല്ലാതെ എന്താ. ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടിയിട്ട് വേണ്ടാത്തത് കാട്ടാൻ പറ്റൂല. കാട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതേ പരിഹാരമുള്ളൂ. ഇസ്തിഗ്ഫാർ നല്ലോണം ചെല്ലിക്കോളീന്ന് അതേ പിന്നെ പറയാനുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും വേറെ പറയാനില്ല എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് സഹോദരിമാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഒരുപാട് സഹോദരന്മാരുണ്ട്, പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, നല്ല ആൾക്കാർ കൂടിയ സദസ്സാണ്. പ്രത്യേകിച്ച് ഇതൊരു ഉൾനാട് കൂടിയാണ്. എപ്പോഴും ദീനിയായ ചൈതന്യം ഏറ്റവും നന്നായി നിലനിൽക്കൽ ഉൾനാടൻ പ്രദേശങ്ങളിലാണ്, അങ്ങാടികളിൽ അല്ല. പക്ഷെ ഇന്ന് അതും കേടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങാടികളെക്കാൾ കൂടുതൽ ദീനിയായ കെട്ടുറപ്പ്, ദീനീ ചൈതന്യം, നിസ്കരിക്കാൻ പള്ളിയിലാള്, മദ്രസയിലെ കുട്ടികൾ കൂടുതൽ, ഇതൊക്കെ ഉൾനാടുകളിലാണ് സാധാരണ ഉണ്ടാകുക. ഞാൻ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഇതേപോലത്തെ ഉൾനാടുകളിൽ ചെന്നാൽ വളരെ റാഹത്തായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഇവിടെയും മദ്രസയിലെ കുട്ടികൾ കുറവാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പള്ളിയിൽ ജമാഅത്തിൽ ആളുകൾ കുറവാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പ്രത്യേകിച്ച് യുവാക്കൾ, +2 കഴിഞ്ഞ കുട്ടികൾ, +1 പഠിക്കുന്നവർ, +2 പഠിക്കുന്നവർ, യുവാക്കൾ നന്മക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും, നിസ്കാരം നമ്മളാണ് ശീലിച്ചാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിക്കോളും. അതുകൊണ്ട് സമയമാകുമ്പോൾ നിസ്കരിക്കുക, പരമാവധി ജമാഅത്തിൽ പങ്കെടുക്കുക. അങ്ങനെ യുവാക്കളുടെ ഒരു സാന്നിധ്യം പള്ളിയുമായി ബന്ധപ്പെട്ട്, മദ്രസയുമായി ബന്ധപ്പെട്ട്, ദീനീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും.